മോദിജി ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ജനങ്ങളിൽ നിന്നും കൃത്യമായ ഫീഡ്ബാക്ക് ലഭിക്കുന്നതിന് താങ്കൾക്ക് എന്തൊക്കെ സോഴ്സാണുള്ളത്? അതിനോടൊപ്പം തന്നെ വിമർശനങ്ങളെ താങ്കൾ ഏത് രീതിയിലാണ് സമീപിക്കുന്നത്? ഞാൻ ഈ രാജ്യത്തിൻ്റെ അടിത്തട്ട് വരെ കൃത്യമായി മനസ്സിലാക്കുന്ന ആളാണ്. അതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായി അനാലിസിസ് ചെയ്യാറുമുണ്ട്, എൻ്റെ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യിക്കാറുമുണ്ട്. എനിക്ക് രാജ്യത്തെ എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ദിവസവും പത്രം വായിച്ചല്ല ഈ രാജ്യത്ത് എന്താണ് നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് എല്ലാം ലൈവായി തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ രാജ്യത്തെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കാറുണ്ട്. മറ്റു പലരെയും പോലെ മുഖസ്തുതി പറയുന്നവരെ മാത്രമല്ല ഞാൻ എൻ്റെ കൂടെ ജോലിക്ക് വെച്ചിരിക്കുന്നത്. തെറ്റാണെങ്കിൽ തെറ്റാണെന്നും ശരിയാണെങ്കിൽ ശരിയാണെന്നും മുഖത്തു നോക്കി പറയാൻ പറ്റുന്ന ഒരു ടീമാണ് എന്നോടൊപ്പം ഉള്ളത്. എനിക്കെന്ത് തോന്നുമെന്ന് കരുതി എന്നോട് നല്ലത് മാത്രം പറയണം, അങ്ങനെ ഒരു സംവിധാനമല്ല ഞാൻ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തുള്ള എല്ലാ വിവരങ്ങളും ഒരു ഫിൽട്ടറും ചെയ്യാതെ എന്നിലെത്താറുണ്ട്. ഞാൻ വളരെ രസകരമായ എൻ്റെ ഒരു അനുഭവം പറയാം. എല്ലാ സർക്കാരിൻ്റെ കാലത്തും CAGയുടെ റിപ്പോർട്ട് വരാറുണ്ടല്ലോ. ഒരു ദിവസം അതിനെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യും, അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ പറയും. പിന്നെ മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും അതിനെക്കുറിച്ച് സംസാരിക്കാറേയില്ല. ഭരണവർഗം അതെടുത്ത് അലമാരിയിൽ വെച്ച് പൂട്ടുകയും ചെയ്യും. എന്നാൽ ഞാൻ ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ CAGയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം പത്രങ്ങളിൽ വാർത്തയൊക്കെ വന്നു, അതിൻ്റെ കാലവും കഴിഞ്ഞു. പക്ഷേ ഞാൻ അതിൻ്റെ പിന്നാലെ പോയി. ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, CAG റിപ്പോർട്ട് പ്രകാരം എവിടെയൊക്കെയാണോ നമുക്ക് കുറവുകളുള്ളത് അതെല്ലാം പരിഹരിക്കപ്പെടണമെന്ന്. ഏതെങ്കിലും വകുപ്പിൻ്റെ കാര്യത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം എന്ന് ഞാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തു. അല്ലാതെ എൻ്റെ ഭരണകാലത്ത് CAG റിപ്പോർട്ട് ഞാൻ അലമാരിയിൽ വെച്ച് പൂട്ടുകയല്ല ചെയ്തത്. ഞാൻ CAGയെ വിമർശിക്കാനല്ല ശ്രമിച്ചത്. ആ റിപ്പോർട്ടിൻ്റെ അന്തസത്ത മനസ്സിലാക്കി അതിലെന്തെങ്കിലും എനിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നുള്ളതായിരുന്നു എൻ്റെ തീരുമാനം. ഞാൻ CAG റിപ്പോർട്ടിനെ ഒരു കണ്ണാടി എന്ന രൂപത്തിലാണ് കണ്ടത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സഭയിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടല്ലോ MLA മാർ. തീർച്ചയായും പ്രതിപക്ഷത്തെ MLA മാർ സഭയിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഭരണ പാർട്ടി എന്ന നിലയിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഞങ്ങൾ ആ സമയത്ത് രക്ഷപ്പെടാനുള്ള മറുപടികൾ കൃത്യമായി പറഞ്ഞ് ഒഴിവാകും. പിറ്റേ ദിവസത്തെ പത്രത്തിൽ വാർത്തകൾ വരുന്നതിന് വേണ്ടി നമ്മൾ മറുപടി കൊടുക്കുകയും ചെയ്യും. പക്ഷേ എൻ്റെ ശരിക്കുമുള്ള ജോലി അതിന് ശേഷമായിരുന്നു തുടങ്ങിയിരുന്നത്. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എൻ്റെ സഭയിൽ ചോദ്യം ചോദിച്ചത് ആരായാലും, അത് പ്രതിപക്ഷത്തിലായാലും ഭരണപക്ഷത്തിലായാലും ഏത് പാർട്ടിയിൽപ്പെട്ടതായാലും, സഭയിലെ ഓരോ MLA മാരുടെയും ചോദ്യത്തെ തരംതിരിച്ച് അതാത് വകുപ്പുകളുമായി ബന്ധപ്പെടുത്തി ഞാൻ ആ ചോദ്യങ്ങൾ ആ ഡിപ്പാർട്ട്മെൻറ്റിന് നടപടിയെടുക്കുന്നതിന് വേണ്ടി നൽകുമായിരുന്നു. എന്നിട്ട് ആ ചോദ്യത്തെ സംബന്ധിച്ച് വസ്തുത എന്താണെന്ന് അന്വേഷിക്കാനും എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യണമെന്നും ഞാൻ ഉദ്യോഗസ്ഥരോട് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുമായിരുന്നു. എൻ്റെ ഈ ശൈലി കൊണ്ട് എനിക്ക് ഗുണമാണുണ്ടായത്. 5 വർഷമാണല്ലോ ഒരു സർക്കാരിൻ്റെ കാലാവധി. 3-3.5 വർഷത്തിനുള്ളിൽ തന്നെ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ ചോദ്യത്തിനും ഞാൻ പരിഹാരം കാണുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവസാന വർഷം അവർക്ക് ഉയർത്താൻ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത വിധം ഞാൻ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുമായിരുന്നു. അതായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ രീതി. ഞാൻ എനിക്കെതിരെയും എൻ്റെ സർക്കാരിനെതിരെയുമുള്ള എല്ലാ വിമർശനങ്ങളെയും വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ നമ്മുടെ നാടിൻ്റെ നിർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തെ സർക്കാരിനെ ചോദ്യം ചെയ്യേണ്ട മാധ്യമങ്ങൾക്ക് ഈ മത്സരങ്ങൾ കാരണം അവർക്ക് സമയം തികയുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെയും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സൂത്രപ്പണികൾ മാത്രമാണ് 80% മാധ്യമങ്ങളും ഈ രാജ്യത്ത് ചെയ്യുന്നത്. ഓരോ വിഷയത്തെക്കുറിച്ച് അപഗ്രഥിക്കാനുള്ള സമയവും അവർക്കില്ല, അതിനുള്ള താല്പര്യവും മാധ്യമങ്ങൾക്കില്ല. നമ്മുടെ നാടിൻ്റെ നിർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, പ്രതിപക്ഷത്തെ നേതാക്കൾക്കും MP മാർക്കുമൊക്കെ താല്പര്യം മസാലയുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്നതിനാണ്, ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലാണ്. അല്ലാതെ ശരിക്കും രാജ്യത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ, അവരവരുടെ മണ്ഡലത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവതരിപ്പിക്കാനുള്ള സമയമില്ല. അതിനുവേണ്ടി അവർ പരിശ്രമിക്കാറില്ല. നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു വാക്കിനെക്കുറിച്ച് വിവാദമുണ്ടാക്കി പബ്ലിസിറ്റി ഉണ്ടാക്കി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷത്തെ പല MP മാരും നേതാക്കളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാടിന് ഒരു ഗുണവുമില്ലാത്ത ചില ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ച് അവർ സമയം കളയുകയാണ്. പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുമ്പോൾ ഭരണപക്ഷം അതിന് മറുപടി പറയും. ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ ഈ ചർച്ചയിൽ മുങ്ങിപ്പോവുകയാണ്. ഞാൻ പറയുന്നത്, ഒരു രാജ്യത്തെ നല്ല ജനാധിപത്യത്തിന് നല്ല വിമർശനങ്ങളാണ് വേണ്ടത്. പക്ഷേ അതിനവർക്ക് താല്പര്യമില്ല. ഉദാഹരണമായി നരേന്ദ്രമോദി പറയുന്നു 4 കോടി ആളുകൾക്ക് ഈ രാജ്യത്ത് വീട് വെച്ചു കൊടുത്തെന്ന്. ശരിക്കും മോദി പറഞ്ഞത് ശരിയാണോ? അത്രയും ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ടോ? ഇന്ന ഗ്രാമത്തിൽ ഇന്ന സംസ്ഥാനത്ത് ഇത്ര വീടുകൾ പണിതു എന്ന് പറയുന്നത് ശരിയാണോ? പണിതു കൊടുത്ത വീടുകൾക്ക് ക്വാളിറ്റി ഉണ്ടോ? അതിനുവേണ്ടി ചെലവഴിച്ചു എന്ന് പറയുന്ന പണം ശരിക്കും ഉപഭോക്താക്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഇടനില നിന്ന് ആ പണം അപഹരിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ അന്വേഷിച്ച് പറയണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി സമയം ചെലവഴിക്കേണ്ടതുണ്ട്. അതിനവർക്ക് താല്പര്യമില്ല. ഇത്തരം കാമ്പുള്ള വിമർശനങ്ങളാണ് ജനാധിപത്യത്തിൽ അത്യാവശ്യം വേണ്ടത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്, ഒരു നല്ല ഭരണ സംവിധാനം ഉണ്ടാകുന്നതിന് നല്ല വിമർശനങ്ങളും ഉണ്ടാകണം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്
ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും ജനങ്ങൾ ആ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, അവർക്ക് വേണ്ടി സമയം മെനക്കെടുത്താൻ കഴിവുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് ലോക്സഭയിലേക്ക് അയക്കണമെന്നാണ്. അത് പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തിലായാലും ഭരണകക്ഷിയോട് ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി ചോദ്യങ്ങൾ ചോദിച്ച് അവരെ മുൾമുനയിൽ നിർത്താൻ കഴിവുള്ള ആളുകളെയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത് സഭയിലേക്ക് അയക്കേണ്ടത്. മോദിജി 2014 ഒരു സർക്കാരിന് കേവല ഭൂരിപക്ഷം കിട്ടിയത് രാജ്യത്ത് 30 വർഷത്തിന് ശേഷമാണ്. 2014 2019 ആ അവസരം താങ്കൾക്ക് ലഭിച്ചു. ഇത്തവണയും BJPക്കല്ലാതെ മറ്റൊരു പാർട്ടിക്കും ഒറ്റയ്ക്ക് 272 സീറ്റ് ലഭിക്കാനുള്ള സാധ്യത കാണുന്നില്ല. അതുകൊണ്ട് തന്നെ താങ്കൾ ചിന്തിക്കുന്നത് ജനങ്ങൾ ഒരു സഖ്യ സർക്കാർ ആഗ്രഹിക്കുന്നില്ല, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് തന്നെ കേവല ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു തരത്തിലേക്ക് ഇത്തവണയും ഫലം വരുമെന്നാണോ? നോക്കൂ, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രം ഭൂരിപക്ഷം ലഭിച്ചാലേ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകൂ എന്നില്ല. അടൽജിയുടെ സർക്കാരും ഒരു സഖ്യ സർക്കാരായിരുന്നു. പക്ഷേ ആ സർക്കാരിന് ഒരു അച്ചടക്കമുണ്ടായിരുന്നു. മാത്രമല്ല, അടൽജിക്കൊപ്പമുള്ള സഖ്യകക്ഷികൾക്കും ഒരു ഉത്തരവാദിത്തബോധമുണ്ടായിരുന്നു. ഭരണത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയായിരുന്ന BJPക്കും ആ ഉത്തരവാദിത്തബോധമുണ്ടായിരുന്നു. വാജ്പേയിജിയുടെ നേതൃത്വത്തിൽ എല്ലാ പാർട്ടികളുമായി ഒരു നല്ല കോർഡിനേഷൻ ഉണ്ടായിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ സർക്കാരും ഒരു സഖ്യ സർക്കാരായിരുന്നു. പക്ഷേ അതിലെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അവിടെ ഒരു സൂപ്പർ PM ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റിമോട്ട് കൺട്രോൾ ഭരണമായിരുന്നു നടന്നിരുന്നത്. കൂടാതെ അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന സഖ്യകക്ഷികളുടെ ഓരോ മന്ത്രാലയങ്ങളും ഓരോ പ്രധാനമന്ത്രിമാരെ പോലെയാണ് പ്രവർത്തിച്ചത്. മൻമോഹൻ സിംഗ് ജിയുടെയും സഖ്യ സർക്കാരായിരുന്നു, വാജ്പേയിജിയുടെയും സഖ്യ സർക്കാരായിരുന്നു. പക്ഷേ രണ്ടിൻ്റെയും സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു. മാത്രമല്ല, പ്രധാനമന്ത്രി എന്ന നിലയിൽ അടൽജിയെ ഈ രാജ്യവും ഒപ്പമുള്ള സഖ്യകക്ഷികളും അംഗീകരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ചിരുന്നു. പക്ഷേ മൻമോഹൻ സിംഗ് ജിയുടെ കാലത്ത് ഈ സൂപ്പർ PM സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ. രാജ്യത്തെ ഔദ്യോഗിക സർക്കാരിനൊപ്പം ഒരു പാരലൽ സർക്കാർ കൂടി രാജ്യത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപകടമുണ്ടായത്. കാരണം ആർക്കും കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചോദിക്കുകയുണ്ടായിരുന്നില്ല. ഓരോ മന്ത്രാലയങ്ങളും അവരുടെ ഇഷ്ടത്തിനായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. ഞാൻ പറഞ്ഞത്, ആ രോഗം ഇപ്പോഴുമുണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത് എന്താണ്? 5 വർഷവും 5 പാർട്ടിയിൽപ്പെട്ട 5 പ്രധാനമന്ത്രിമാർ. അതാണ് അവരുടെ നയം. അതവർ തുറന്നു പറയുന്നില്ലെങ്കിലും അവരുടെ നയങ്ങളിൽ അത് വ്യക്തമാണ്. ഓരോ സഖ്യകക്ഷികളുടെയും മന്ത്രാലയവും മന്ത്രിയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രധാനമന്ത്രിയെ പോലെ പ്രവർത്തിക്കുമെന്നാണ്. അത് രാജ്യത്തിന് വളരെ വലിയ അപകടമുണ്ടാക്കുന്ന സ്ഥിതിയാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചോദിക്കാനും പാടില്ല, ആരും അവരെ നിയന്ത്രിക്കാനും പാടില്ല. അങ്ങനെ ഒരു കൺട്രോളുമില്ലാത്തൊരു ഭരണമാണ് ഇന്ത്യ മുന്നണി ഇത്തവണയും മുന്നോട്ട് വെക്കുന്നത്. അതാണ് രാജ്യത്തിന് അപകടം. ഈ രീതിയിൽ എങ്ങനെയാണ് ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? 2014 നിലവിലുണ്ടായിരുന്ന സർക്കാരിനോട് ജനങ്ങൾക്ക് വളരെയേറെ ദേഷ്യമുണ്ടായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി വളരെ വ്യക്തമായി തന്നെ ജനങ്ങളോട് പറയുകയും ചെയ്തു, നരേന്ദ്രമോദിയാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനം ഗുജറാത്തിലെ എൻ്റെ ട്രാക്ക് റെക്കോർഡ് കൂടി നോക്കി എന്നെ പ്രധാനമന്ത്രിയാക്കാൻ കൂടെ നിന്നത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് കേവല ഭൂരിപക്ഷമുള്ള സർക്കാർ 2014 ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പക്ഷേ 2019 ജനം വിശ്വസിച്ചത് അതിനു മുമ്പുള്ള 5 വർഷത്തെ സർക്കാരിൻ്റെ പ്രവർത്തനത്തെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജനം 2014 നൽകിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നൽകി 2019 ഞങ്ങളെ വിജയിപ്പിച്ച് അധികാരത്തിലെത്തിച്ചത്. കാരണം ജനങ്ങൾക്ക് മനസ്സിലായി, കേവല ഭൂരിപക്ഷമുള്ള ഒരു സ്ഥിര സർക്കാരിന് ജനങ്ങളോടും രാജ്യത്തോടും കൂടുതൽ ഉത്തരവാദിത്ത ബോധമുണ്ടായിരിക്കുമെന്ന്. സഖ്യ സർക്കാരിൻ്റെ അപകടം എന്താണെന്ന് മൻമോഹൻ സിംഗ് സർക്കാർ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയും ഒരു സഖ്യ സർക്കാരിനെ ജനം ആഗ്രഹിക്കുന്നില്ല. ജനത്തിന് ആ ഒരു ചിന്താഗതിയുണ്ട്. ആ ചിന്താഗതി ഇത്തവണയും BJPക്ക് ഗുണപ്രദമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനു മുമ്പുള്ള ഇലക്ഷൻ കാലം നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ഈ ഖാൻ മാർക്കറ്റ് ഗ്യാങ്ങും മാധ്യമങ്ങളും ചേർന്ന് ഇലക്ഷൻ്റെ അവസാന ഘട്ടമാകുമ്പോഴേക്കും രാജ്യത്ത് മറ്റൊരു ചർച്ച കൊണ്ടുവരും. ഇത്തവണ ത്രിശങ്കു സർക്കാരായിരിക്കും, ആർക്കും ഭൂരിപക്ഷം ലഭിക്കാൻ പോകുന്നില്ല. ഈ രീതിയിലുള്ള ചർച്ചകൾ അവർ കൊണ്ടുവരാറുണ്ട്. ഇലക്ഷൻ തീരുന്നതിന് ഏതാണ്ട് 20 ദിവസം മുമ്പ് ഹങ് അസംബ്ലി ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ചർച്ചകൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇത്തവണ അതിനുള്ള ധൈര്യം പോലും പ്രതിപക്ഷം കാണിച്ചില്ല. ഇത്തവണ അവർ ഇലക്ഷൻ കമ്മീഷനെയും EVMനെയൊക്കെ പഴി പറഞ്ഞ് അവരുടെ കാലം കഴിച്ചുകൂട്ടുകയാണ് ചെയ്തത്. മാത്രമല്ല, താങ്കൾ 400 പാർ എന്ന മുദ്രാവാക്യവും പറഞ്ഞിരുന്നല്ലോ. 400 പാർ എന്ന മുദ്രാവാക്യം ഞാനല്ല ഉയർത്തിയത്. ജനങ്ങളിൽ അങ്ങനെ ഒരു തീരുമാനം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവരുടെ കണ്ണുകളിൽ ആ ശക്തി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, ഈ മുദ്രാവാക്യം പോലും അവരിൽ നിന്ന് എന്നിലേക്കാണ് വന്നത്. ആ മുദ്രാവാക്യം ഞാൻ ഏറ്റെടുത്ത് പ്രവർത്തകർക്ക് നൽകുകയാണ് ചെയ്തത്. മോദിജി, താങ്കൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ഖാൻ മാർക്കറ്റ് ഗ്യാങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പ്രധാനമായും 2019 മുതലാണ് പറയാൻ തുടങ്ങിയത്. 2024 താങ്കൾ പറയുന്ന ഈ ഖാൻ മാർക്കറ്റ് ഗ്യാങ് ഇത്ര വർഷമായിട്ടും തിരുത്തപ്പെട്ടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? നോക്കൂ, ഞാൻ പറഞ്ഞത് അവർക്ക് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമെന്നല്ല. അവർ എനിക്കൊരു ഭീഷണിയാണെന്നല്ല ഞാൻ പറയുന്നത്. അവർ ഒരു പ്രത്യേക കുടുംബത്തിൻ്റെ ഭൃത്യരായിരുന്നു കൊണ്ട് ആ ഉപജാപക സംഘം ഈ രാജ്യത്ത് അജണ്ടകൾ സൃഷ്ടിക്കുന്നു. അവർ എന്താണ് ചെയ്തത്? വ്യക്തികൾ മാറുന്നുണ്ട്, തലമുറകൾ മാറുന്നുണ്ട്, പക്ഷേ അവർ ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ്. അവരുടെ സംസ്കാരത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. നമുക്ക് പഴയ കാലം നോക്കാം. സർദാർ പട്ടേലിനെ കുറിച്ച്
ഇവരെന്തൊക്കെയാണ് പരിഹസിച്ച് പറഞ്ഞിരുന്നത്? അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തെക്കുറിച്ച്, അദ്ദേഹം ഇരിക്കുന്നതിനെക്കുറിച്ച്, എഴുന്നേൽക്കുന്നതിനെക്കുറിച്ച്, നടക്കുന്നതിനെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തെ ഇവർ അപമാനിച്ചിരുന്നു. ഇതേ ആളുകൾ തന്നെ മഹാത്മാഗാന്ധിയെയും അപമാനിച്ചിരുന്നു. ഇതേ ആളുകൾ ബാബാ സാഹബ് അംബേദ്കറിനെയും അപമാനിച്ചിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി മാത്രമാണ് ഇവരുടെ ആക്രമണത്തിൽ നിന്നും ശരിക്കും രക്ഷപ്പെട്ടത്. അതിന് യുദ്ധം ഒരു കാരണമാണ്. മാത്രമല്ല വളരെ പെട്ടെന്ന് അദ്ദേഹം മരണമടയുകയും ചെയ്തു. അതുകൊണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയെ കൂടുതൽ അപമാനിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. മറ്റൊരാൾ മൊറാർജി ദേശായി, മൂത്രം കുടിക്കുന്നയാളാണ് എന്നുള്ള രീതിയിൽ ഈ ലോകമാകെ അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചു. പക്ഷേ നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും മികച്ച ധനകാര്യ മാനേജ്മെൻറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു. നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം പിടിച്ചു നിർത്തിയത് മൊറാർജി ദേശായിയുടെ ഭരണകാലത്തായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അപമാനിക്കാനാണ് ഇവർ ശ്രമിച്ചത്. മറ്റൊരു പ്രധാനമന്ത്രിയായിരുന്ന ദേവഗൗഡജിയെ ഇവരെന്താണ് പറഞ്ഞിരുന്നത്? ഉറക്കം തൂങ്ങിയാണ് എന്നിവർ പറഞ്ഞിരുന്നു. നരസിംഹറാവുവിനെയും ഇവർ അപമാനിച്ചിരുന്നു. അവരുടെ കുടുംബത്തിന് പുറത്തുള്ള അവരുടെ പാർട്ടിയിൽപ്പെട്ടതാണെങ്കിൽ പോലും അവരുടെ നേതാക്കളെ അവർ അപമാനിക്കാനാണ് ശ്രമിച്ചത്. കാരണം അവരുടെ കുടുംബത്തിലെ വ്യക്തിത്വങ്ങൾക്ക് മുകളിലേക്ക് മറ്റൊരാളെ പ്രതിഷ്ഠിക്കാൻ അവർ അനുവദിക്കുമായിരുന്നില്ല. ഇതാണ് അവരുടെ പാരമ്പര്യം, അവരുടെ സംസ്കാരം. അതിപ്പോഴും തുടരുന്നുണ്ട്. ആ രീതിയിൽ ഞാനും ഇവരുടെ ആക്രമണങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ജോലി ജനങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും സമർപ്പിത ഭാവത്തോട് ചെയ്യുന്നു. ഇവരുടെ ഈ ചെളിവാരിയെറിയൽ എന്നെ ബാധിക്കാറില്ല. എൻ്റെ സർക്കാരിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും, ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും, ഏത് മന്ത്രാലയമാണെങ്കിലും അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി കൃത്യമായി ചെയ്യണം. അതെനിക്ക് നിർബന്ധമാണ്. ആർക്കെങ്കിലും ഓഫീസ് വൃത്തിയാക്കാനുള്ള ജോലിയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അവർ ആ ജോലി ചെയ്തേ പറ്റൂ. അതുപോലെ തന്നെ ബസ് ഓടിക്കാനുള്ള ഒരു ഡ്രൈവറുടെ ജോലി അയാൾ ചെയ്തേ പറ്റൂ എൻ്റെ സർക്കാരിൻ്റെ കാലത്ത്. അല്ലാതെ ഒരു മന്ത്രാലയത്തെയും ഉറക്കം തൂങ്ങാൻ ഞാൻ അനുവദിക്കില്ല. അത് സദ്ഭരണത്തിന് വേണ്ടിയിട്ടുള്ള എൻ്റെ അച്ചടക്കത്തിൻ്റെ ഭാഗമാണ്. അതിൽ തീർച്ചയായും ED ഉണ്ടാകും, CBI ഉണ്ടാകും, വിജിലൻസും ഉണ്ടാകും. അവർക്ക് എൻ്റെ ഭരണകാലത്ത് ഉറക്കം തൂങ്ങാനാകില്ല. അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി ചെയ്തേ മതിയാകൂ. ജോലി കൃത്യമായി ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരു വകുപ്പിനെ, ഒരു ഏജൻസിയെ കുറ്റം പറയുന്നത് ഈ സർക്കാരിൻ്റെ കാലത്ത് മാത്രമാണ് ഞാൻ ആദ്യമായി കാണുന്നത്. എൻ്റെ സർക്കാരിന് മുമ്പുള്ള 10 വർഷത്തെ ഭരണകാലത്ത് പ്രധാനമന്ത്രിയും ഉണ്ടായിരുന്നു, പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കുന്ന സൂപ്പർ PM ഉണ്ടായിരുന്നു. പക്ഷേ ആ കാലത്ത് അന്വേഷണ ഏജൻസികൾ ആകെ പിടിച്ചെടുത്തത് വെറും 34 ലക്ഷം രൂപയാണ്. ഒരു കുട്ടിയുടെ സ്കൂൾ ബാഗിൽ വെക്കാൻ കഴിയുന്നത്ര മാത്രം തുക. അതിൻ്റെ അർത്ഥം അവരുടെ ഭരണകാലത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉറങ്ങുകയായിരുന്നു എന്ന് തന്നെയാണ്. അവർ ജോലി ചെയ്യുന്നില്ലായിരുന്നു എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അവരെ ജോലി ചെയ്യാൻ ഭരണവർഗം അനുവദിച്ചിരുന്നില്ല എന്ന് തന്നെയാണ്. എൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കാൻ കഴിയില്ല, നിങ്ങളുടെ ജോലി കൃത്യമായി ചെയ്യണമെന്ന് പറഞ്ഞു. അവർ ജോലി ചെയ്യാൻ തുടങ്ങി. യാതൊരു തടസ്സവും അവർക്കുണ്ടായില്ല. എൻ്റെ 10 വർഷത്തിൽ അന്വേഷണ ഏജൻസികൾ പണമായി മാത്രം പിടിച്ചെടുത്തത് 2200 കോടി രൂപയാണ്. അത് ഞാൻ ഉണ്ടാക്കിയ കഥയാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം 2200 കോടി രൂപ നോട്ടുകൾ നിങ്ങളെല്ലാവരും കണ്ടതാണ്. അതുമാത്രമല്ല, ഏതാണ്ട് 1.25 ലക്ഷം കോടി രൂപയിലധികമുള്ള പ്രോപ്പർട്ടി ED അറ്റാച്ച് ചെയ്തിട്ടുമുണ്ട്. തീർച്ചയായും ഇനിയുള്ള ഭരണകാലത്ത് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയിൽ അവർ നൽകിയ സ്വത്തുവിവരങ്ങളുണ്ടല്ലോ, അതിൽ കൂടുതൽ സ്വത്തുക്കളുള്ള രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ അഴിമതി കേസിൽ പിടിക്കപ്പെടാൻ പോവുകയാണ്. ഈ രാജ്യത്തെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചിരുന്ന കാലം കടന്നുപോയിരിക്കുന്നു. തീർച്ചയായും ഇനി മറുപടി പറയേണ്ടത് ഇത്തരം അഴിമതിക്കാരായ നേതാക്കൾ തന്നെയാണ്. തീർച്ചയായും ജനങ്ങളോട് ഉത്തരം പറയാൻ ഏറ്റവും ബാധ്യത എനിക്ക് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഴിമതിയുടെ കാര്യത്തിൽ എൻ്റെ പാർട്ടിക്കൊരു നിലപാടുണ്ട്, 0 ടോളറൻസ്. അത് ഞങ്ങളുടെ നയമാണ്. പക്ഷേ മറ്റു പല പാർട്ടികളും കരുതുന്നത് അഴിമതി എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമാണെന്നാണ്. ഇത് അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണെന്നാണ് ചിലർ കരുതുന്നത്. അതിലെന്താണ് ഇത്ര വലിയ തെറ്റ് എന്നാണ് ചില പാർട്ടികൾ ചിന്തിക്കുന്നത്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്, അല്ലെ താങ്കളും പഠിക്കുന്ന കാലത്ത്, സ്കൂളിൽ പരീക്ഷയ്ക്ക് ഒരു കോപ്പി അടിച്ചെന്ന് പറഞ്ഞാൽ തന്നെ ഒരാഴ്ച പിന്നെ ആ വിദ്യാർത്ഥി മുഖം മറച്ചാണ് നടക്കുന്നത്. കോപ്പി അടിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ സമൂഹത്തിൽ നാണം കെടുമായിരുന്നു. ആ രീതിയിൽ അതിനെ ഒരു അപമാനമായി കരുതിയിരുന്നു. ഒരു പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്നത് പോലും വളരെ വലിയ അപരാധമായിട്ടാണ് അന്ന് കണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്താണ് നടക്കുന്നത്? ഇന്നത്തെ കാലത്ത് അഴിമതി നടത്തുന്നത്, സ്വജനപക്ഷപാതം ഒക്കെ ചില പാർട്ടികളും നേതാക്കളും അവരുടെ അവകാശമായിട്ടാണ് കാണുന്നത്. അവരുടെ ഭരണ സംവിധാനത്തെ പോലും ദുരുപയോഗിച്ചുകൊണ്ട് വളരെ വലിയ അഴിമതികൾ നടത്തുന്നു. അതിനെ ഒരു തെറ്റായിട്ട് പോലും അവർ കാണുന്നില്ല. ഇപ്പോൾ നോക്കൂ, അഴിമതി നടത്തിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജയിലിലേക്ക് പോകുമ്പോൾ പാർട്ടി പ്രവർത്തകർ സ്വീകരിക്കുന്നു. ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ മാലയിട്ട് സ്വീകരിക്കുന്നു. ജനങ്ങൾ തിരഞ്ഞെടുത്ത മന്ത്രിയും മുഖ്യമന്ത്രിയും നേതാക്കളുമൊക്കെ അഴിമതി നടത്തുമ്പോൾ അതേ ജനങ്ങൾ അവരെ ആനപ്പുറത്ത് കയറ്റി എഴുന്നള്ളിച്ചുകൊണ്ടാണ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. ജയിലിൽ നിന്ന് വരുമ്പോൾ സ്വീകരിക്കുന്നത്. എന്തൊരു കാലമാണിത്! അഴിമതിക്കാരെ തോളിലേറ്റി ആഘോഷിക്കുന്ന ജനത തീർച്ചയായും ഈ രാജ്യത്തിന് വളരെ വലിയ അപകടമാണ്. നേതാക്കളെ അഴിമതി കേസിൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ, അറസ്റ്റ് ചെയ്താൽ അതൊക്കെ വളരെ വലിയ അപരാധമാകുന്നു. നേതാവ് അഴിമതിക്കാരനാണെന്ന് തെളിവ് സഹിതം പിടിക്കപ്പെട്ടിട്ടും ലോകത്തിനു മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടിട്ടും ആ നേതാവിനെ ജയിലിലാക്കിയ ആളുകളെ കുറ്റം പറയുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ, രാജ്യത്തിന് അപകടമാകുന്ന ഇത്തരം നെഗറ്റീവുകൾ സൃഷ്ടിക്കുന്ന ആളുകളെയാണ് ഞാൻ ഖാൻ മാർക്കറ്റ് ഗ്യാങ്ങുകളെന്ന് വിളിക്കുന്നത്.
ഞാൻ പറയുന്നത് തീർച്ചയായും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയണം. അഴിമതി കേസിൽ തെളിവ് സഹിതം അന്വേഷണ ഏജൻസി ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. അതല്ലേ വേണ്ടത്?